ഈ പ്രകൃതിയിലെ കാലാവസ്ഥ മാറ്റങ്ങൾക്കെല്ലാം കാരണം വൻ രാഷ്ട്രങ്ങളുടെ സമുദ്രത്തിലേക്കുള്ള കടന്നുകയറ്റം. അതിൽ പ്രധാന രാജ്യം അമേരിക്കയാണ്. അമേരിക്കയുടെ സൂയസ് കനാൽ നിർമ്മാണം കൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ ഭൂമിയിൽ കാലാവസ്ഥ മാറ്റം ആദ്യം തുടങ്ങിയിരിക്കുന്നത്. സമുദ്രതീരത്ത് നിന്ന് ഖനനം ചെയ്യുന്നതും മണൽ ഖനനം ഏറ്റവും ദുരിതം വിതയ്ക്കുന്ന ഒന്നാണ്. ആഴം കൂട്ടൽ അതിലും മാരകമാണ്. സമുദ്രജലത്തിൻ്റെ ഉയരവുമായി ഇത് വളരെ ബന്ധപ്പെട്ടതാണ്. ഉയർന്ന ജലനിരപ്പ് സമുദ്രതീരത്തിലേക്ക് കൂടുതൽ മർദ്ദം ചെലുത്തി സമുദ്രതീരത്ത് കിടക്കുന്നതിനാൽ കാലവർഷക്കാലങ്ങളിൽ നദികളിലും പുഴകളിലും കൂടി ഒഴുകിയെത്തുന്ന ജലത്തെ കടൽ ഉള്ളിലേക്ക് വഹിക്കാൻ കാലതാമസമെടുക്കുന്നു. അപ്രകാരം സംഭവിക്കുമ്പോൾ നദികളിലും പുഴകളിലും തോടുകളിലുമൊക്കെ ജലം നിറയുകയും അത് കരകവിഞ്ഞ് അതാത് പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കങ്ങളും കെടുതികളും ഉണ്ടാകുന്നു. ഇതെല്ലാം മനുഷ്യൻ വരുത്തി വയ്ക്കുന്ന വിനയാണ്, അല്ലാതെ മരവോ മലയോ ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല. മരം ഭൂമിയിൽ വളർത്തുന്നതും അതിനെ സംരക്ഷിക്കുന്നതും ഭൂമിയുടെ ഈർപ്പത്തെ എന്നും സംരക്ഷിച്ച് നിർത്തുന്നതിന് വേണ്ടിയാണ്. അതിൻ്റെ മരത്തിനെ കൊണ്ടുള്ള പ്രയോജനം. അല്ലാതെ മരം കൊണ്ട് മഴ പെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായ കാര്യമാണ്. സമുദ്രത്തിൽ മഴ പെയ്യുന്നില്ലേ? മരമുണ്ടാഞ്ഞിട്ടാണ്. സമുദ്രജലം ബാഷ്പീകരിച്ചാണ് മഴ പെയ്യുന്നത്. അത് ബാഷ്പീകരിക്കാൻ ഉതകുന്ന വലിയ പ്രക്രിയ സൂര്യനിൽ നിന്നും വരുന്ന താപവായു അത് സമുദ്രത്തിനടിയിൽ ചെന്ന് സമുദ്രജലവുമായിട്ട് പ്രവേശിച്ച് സമുദ്രജലം തിളപ്പിച്ച് ആവിയുണ്ടാക്കി ആ ആവിയാണ് മേൽപോട്ടുയർന്ന് പിന്നീട് തണുത്ത് മഴയാകുന്നത്. അല്ലാതെ ഭൂമിയിലെ മറ്റ് ആവിയായി പോകുന്ന ജലം കൊണ്ട് മാത്രമല്ല ഏറ്റവും മഴയ്ക്കുണ്ടാകുന്ന ആവി അത് സമുദ്രത്തിൽ നിന്ന് തന്നെയാണ്. ഇതൊക്കെ ഒത്തിരി പഠിക്കാനും പറയാനുമുണ്ട്. എല്ലാം കുറേശ്ശെ പറഞ്ഞ് മനസ്സിലാക്കുന്നതായിരിക്കും.